വർഷിക്കുന്ന ഒരു നാട്. പുത്തനുടുപ്പിട്ട കുഞ്ഞുങ്ങൾ മീലാദുറാവിയിൽ അണിനിരക്കുന്നതിന് പകരം മയ്യത്തുകളായി പള്ളിപ്പറമ്പിൽ നിരന്ന് കിടക്കുന്ന ഒരു നാട്. മൗലിദുകൾക്ക് പകരം തലത്തീനുകൾ ഉയരുന്ന ഒരു നാട്. സമ്മാനപ്പതികൾക്ക് പകരം ഭക്ഷണപ്പതികൾക്കായി കുട്ടികൾ കാത്തു നിൽക്കുന്ന ഒരു നാട്. വർണ്ണത്തോരണങ്ങൾക്ക് പകരം കുഞ്ഞു ചോരയുടുപ്പുകൾ തൂങ്ങിയാടുന്ന ഒരു നാട്. തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. പ്രിയപ്പെട്ട ഹയാ, സ്വന്തം മരണത്തിന്റെ തൊട്ട് മുമ്പിൽ എഴുതി വെച്ച നിന്റെ വസീയത്ത് ഞങ്ങളെ കരയിപ്പിച്ചു ഹയാ. എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട്. ഇന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന എൻ്റെ കളിപ്പാട്ടങ്ങളും ഞാനും നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എൻ്റെ വീടിൻ്റെ മുകളിലൂടെ ബോംബുകൾ ചീറിപ്പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. നാളെ ഞാൻ മരിച്ചാൽ ഈ കളിപ്പാട്ടങ്ങളെ എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ കടബാധ്യതയുള്ളവർക്കും വീതം വെക്കണമെന്ന് പറഞ്ഞ് മരണത്തെ പുഷ്പം പോലെ സ്വീകരിച്ച പൊന്നുമോളെ ഹയാ. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ കടവറയിൽ അടിമയായി നിൽപ്പൂ നീ. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ കടവറയിൽ അടിമയായി നിൽപ്പൂ നീ. ഇന്നു തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ? പൊന്നുമോനെ സ്വാലിഹ്, പന്ത് കളിക്കാൻ നീ നിന്റെ ഇക്കാക്കാന്റെ കൂടെ വന്നതല്ലേ? 10 വയസ്സുള്ള നിന്റെ ഇക്കാക്ക നിന്നെ അന്വേഷിച്ച് നടന്നിരുന്നു. നിന്നെ കാണാനിട്ട് അവൻ ആകെ പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പൊട്ടിത്തിറച്ച് കിടക്കുന്ന നിന്റെ ശരീരവും ചിതറിക്കിടക്കുന്ന തലച്ചോറും ഇരു കൈകളിലും വാരിക്കൂട്ടി നിന്റെ ഇക്കാക്കയാണ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൻ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ഫലസ്തീൻ ചിരിയെന്നത് കാണാതിനാവല്ല, അറബി പൊൻപിളയുന്ന കാലം വരുന്നുണ്ട്. ഫലസ്തീൻ ചിരിയെന്നത് കാണാതിനാവല്ല, അറബി പൊൻപിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. ഞാൻ കേരളക്കരയിലെ ഒരു കുഞ്ഞാണ്. എനിക്കിവിടെ കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഉണ്ട്. പക്ഷെ അവിടുത്തെ എൻ്റെ കൂട്ടുകാർക്ക് വഴിയുണ്ടെന്നാണെന്ന് ഓർക്കുമ്പോൾ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ഞങ്ങൾ എന്നെ ഓർക്കാറുണ്ട്. എങ്ങനെ ഓർക്കാതിരിക്കും? നീയല്ലേ ഞങ്ങളുടെ ആദ്യത്തെ ജില്ല. ഈമാനിന്റെ കരുത്ത് കൊണ്ട് നീ എല്ലാവരെയും തോൽപ്പിക്കുകയാണല്ലോ. ഞങ്ങളെല്ലാം ബലഹീനന്മാരാണ്, അശക്തരാണ്. ഞങ്ങളുടെ പിഞ്ചോമനകളെല്ലാം മാറ്റിയൊരുങ്ങി കുറ്റങ്ങളിട്ട് കലാലയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ നേരം പുലരുവോളം ജീവിച്ചിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണല്ലോ. നിങ്ങളുടെ വീടുകൾക്ക് മുകളിലൂടെ ബോംബുകളും മിസൈലുകളും ചീറിപ്പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ ദിവസവും സന്തോഷത്തിലും സുഖത്തിലുമാണ്. എന്നാൽ നിങ്ങളുടെ മക്കൾ ഒഴിഞ്ഞുപോയ കൈകാലുകളെയും ചിതറിക്കിടക്കുന്ന തലച്ചോറുകളെയും ഒരുമിച്ച് കൂട്ടിവെക്കുന്ന തിരക്കിലാണ്. പിഞ്ചുമക്കൾ പൊന്നുമ്മയെ കാണാതെ വാവിട്ട് കരയുകയാണ്. അവരുടെ ഉമ്മമാർ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നു,
വിരിയും മുമ്പേരിട ചൊല്ലിയതും കണ്ടില്ലേ പുതുസിൽ വീശുന്ന ഇളം കാറ്റ് വിരുമ്പുന്നു വിരിയും മുമ്പേരിട ചൊല്ലിയതും കണ്ടില്ലേ ശൂന്യമായി ഞങ്ങൾക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഞങ്ങൾ നാഥന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ അറിയാതെ കടന്നു പോകാറുണ്ട്. ഒന്നേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാറുള്ളൂ ആത്മാർത്ഥമായ മനമൊരുക്കിയ പ്രാർത്ഥന. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. യാ അഹ്ല ഗസ വസ്ബിറൂ വലാ തഹ്സനൂ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ ക്ഷമിക്കൂ, വിഷമിക്കരുത്, തീർച്ചയായും നാഥൻ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. പറുദിസ കണ്ട മാതി പിന്നുണ്ട് പിഞ്ചോമനമക്കളെ വരവേൽക്കാനായി ജന്നത്തിൻ പൂന്തോട്ടമൊരുങ്ങിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ഫലസ്തീൻ ജനതയെ ജൂതരുടെ കരങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മരിച്ചുപോയവരെല്ലാം ഷഹീദിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമ്മെയും അവരെയും മുത്തുനബിയോടുകൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.